ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡി ചോദ്യം ചെയ്യൽ നടപടികൾ ഈ ആഴ്ചയോടെ ആരംഭിക്കും. ജാമ്യം ലഭിച്ച മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകളെ ഉടൻ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. പ്രതികൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട ഇ ഡി നോട്ടീസ് കൊടുത്തിരുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ഇ ഡിയുടെ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി രജിസ്റ്റർ ചെയ്ത ഇ സി ഐ ആറിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 12 പേർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിൽ 5 പേരോളം ആളുകളോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുരാരി ബാബുവാണ്. കാരണം ഈ കേസിൽ നിലവിൽ ജാമ്യം കിട്ടി പുറത്തുള്ള പ്രധാനപ്പെട്ട ആൾ മുരാരി ബാബുവാണ്. അതുകൊണ്ട് ഈ ആഴ്ച തന്നെ അദ്ദേഹത്തോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടുള്ളത്. ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെയായി മുരാരി ബാബു ഇ ഡിക്ക് മുമ്പാകെ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം 21 ഇടങ്ങളിലാണ് ഇ ഡി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ നിർണായകമായ ചില രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നൊക്കെ രേഖകൾ കിട്ടിയിരുന്നു. ആ രേഖകളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ തേടുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആളുകൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അഭിഭാഷകർ മുഖേനയോ അല്ലെങ്കിൽ നേരിട്ടോ, ജയിലിലല്ലാത്ത ആളുകൾക്ക് നേരിട്ടോ മറ്റുള്ള ആളുകൾക്ക് അഭിഭാഷകർ മുഖേനയോ ഈ വിവരം അറിയിക്കണമെന്നുള്ളതാണ് ഇ ഡിയുടെ നിർദ്ദേശം. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ അടുത്ത ഘട്ട അന്വേഷണത്തിലേക്ക് പോകുക. ആദ്യഘട്ടത്തിൻ്റെ ചോദ്യം ചെയ്യൽ അത് ഈ ആഴ്ചയോടുകൂടി ആരംഭിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയായി മാറുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഒപ്പം കൂടുതൽ പരിശോധനകൾക്കും സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.